പെരുന്നാൾ ഈദ് നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും ഉചിതവും നിർവഹിക്കേണ്ടതുമായ സ്ഥലം മുസല്ലയാണ്. ഈദ് നിസ്കാരത്തിന് പ്രത്യേക സ്ഥലമാണ്. മസ്ജിദിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മസ്ജിദുൻ നബവി ഉണ്ട്. നമുക്കറിയാം മസ്ജിദുൻ നബവിയിൽ ഒരു നിസ്കാരത്തിനുള്ള മഹത്വം. മസ്ജിദുൽ ഹറാം ഒഴിച്ച് ഇതര മസ്ജിദുകളിൽ 1000 നിസ്കരിച്ച മേനിയാണ് മസ്ജിദുൻ നബവിയിൽ ഒരു നിസ്കാരം. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നിസ്കരിക്കാൻ മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു എന്നാണ്. മുസല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദ് നബവിയിൽ നിന്ന് അല്പം അകലം, മസ്ജിദ് നബവിയുടെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടായിരുന്നു ആ മുസല്ല ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് ഈദ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ഈദ് നിസ്കാരം മുസല്ലയിലാകലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ മസ്ജിദിൽ നിസ്കരിക്കാമോ? മസ്ജിദിൽ നിസ്കരിക്കൽ അനുവദനീയമാണ്. വിശിഷ്യ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ ഉണ്ട് എങ്കിൽ, ഇപ്പം മഴയായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ മുസല്ല ലഭിക്കുന്ന വിഷയത്തിലായിട്ടുണ്ടെങ്കിൽ മസ്ജിദിൽ നിസ്കരിക്കാം, അനുവദനീയമാണ്. പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ചാണ് ഏറ്റവും ബഹുമാനം നിസ്കരിക്കൽ. പള്ളി കുടുസാവുകയോ സൗകര്യമില്ലെങ്കിലോ മാത്രമേ മറ്റ് സ്ഥലം തേടി പോകാവുള്ളൂ. എന്നാൽ ഇദ്ദേഹം പറയുന്നത് പള്ളിയിൽ ഗ്രൗണ്ടിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ, മഴയോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം എന്നാണ്. എന്നാൽ നേരെ തിരിച്ചാണ് മസലയുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖ്റുജു യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്രി ഫയബദ ഉബി സലാത്തി എന്ന ഇമാം മുസ്ലിം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷറഹു മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2 അഭിപ്രായമുണ്ട്. അതിൽ അൽ അസഹു ഇൻദ അക്സരിഹിം അൽ മസ്ജിദു അഫ്ളലു, ഏറ്റവും ബഹുമാനം പള്ളിയാണ്, ഇല്ലാ യലീക, പള്ളി കുടുസായാൽ ഒഴിച്ച് എന്ന്. അതുപോലെ തന്നെ ഷറഹു മുസ്ലിമിൻ്റെ 2-ാം വാള്യം 473 പേജിൽ കാണാം. അതുപോലെ തന്നെ ഇമാം ഷീറാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിൻ്റെ 5-ാം വാള്യം 6-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. വ ഇൻ കാനൽ മസ്ജിദു വാസിയൻ ഫൽ മസ്ജിദു അഫ്ളലു മിനൽ മുസല്ല, മുസല്ലയേക്കാളും ഈദ്ഗാഹിനേക്കാളും മൈതാനിയേക്കാളും ഏറ്റവും ബഹുമാനം പള്ളിയാണ്, പള്ളി വിശാലമാണെങ്കിൽ. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നു, വലിയ അന്നൽ മസ്ജിദ് അഷ്റഫു വ അൻദഫു, പള്ളിയാണല്ലോ ഏറ്റവും വിശുദ്ധവും ഏറ്റവും ശുദ്ധിയുള്ളതും. ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 3-ാം വാള്യം 53-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, വഫീലുഹാ ബിൽ മസ്ജിദി അഫ്ളലു ലിശറഫിഹി, പള്ളിയിൽ വെച്ചാണ് വേണ്ടത്, അത് പള്ളി ഏറ്റവും ബഹുമാനമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വിഷയം ബി അന്നഹു ഇന്നമാ ഖറജ ഇലൈഹാ ലിസിഗരി മസ്ജിദിഹി, അത് പള്ളി ചെറുതായതുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുഹ്താജിലും പറയുന്നു. ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അവരെക്കാളും ഇപ്പോൾ മൈതാനി വേണമെന്ന് പറയുന്നതിൽ ആരാണ് ഇസ്ലാമിക വിവരത്തിൽ കൂടുതൽ മുൻപിൽ എന്ന് ചിന്തിച്ചാൽ ആരെ അനുകരിക്കണമെന്ന് നമുക്കറിയാം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോടാണ് ചോദിക്കേണ്ടത്. ഏറ്റവും വിവരസ്ഥന്മാർ ഇവരാണ് എന്നതിൽ തർക്കമില്ല.